തിരുവനന്തപുരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ പ്രതിസന്ധിയിലാണ്. നഗരമേഖലകൾ എല്ലായിടത്തും വലിയ വെള്ളക്കെട്ടാണ്. നേരത്തെ ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് നഗരമേഖലകൾ, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം അങ്ങനെ മാറുകയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മഴ അല്പം മാറി നിൽക്കുന്നെങ്കിലും ഇനിയിപ്പോൾ തലസ്ഥാനം നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം പകർച്ചവ്യാധികളും മാലിന്യ പ്രശ്നമൊക്കെയാണ്. ശാലിനി തുടർന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശാലിനി, ഇപ്പോൾ എവിടെയെങ്കിലും വെള്ളക്കെട്ടുണ്ട്? പ്രത്യേകിച്ച് ചാല ഭാഗത്തൊക്കെ ആയിരുന്നു ഇന്നലെ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഈ സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ട കുഴികൾ, റോഡുകൾ നിർമ്മാണം പകുതി വഴിയിൽ മുടങ്ങിയിരിക്കുന്നു. ഓടകളിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധി തലസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലുമുണ്ട്, ഒന്നിടവിടാതെ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇപ്പോൾ വെള്ളക്കെട്ട് അവശേഷിക്കുന്നുണ്ടോ? വെള്ളക്കെട്ട് ഒഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന പ്രധാന പ്രശ്നം പകർച്ചവ്യാധിയും മാലിന്യ പ്രശ്നമൊക്കെയാണ്. ശാലിനി, സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാവിലെ നമ്മൾ പതിവ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന, വെള്ളക്കെട്ടുണ്ടാകുന്ന മേഖലകളിലൊക്കെ പോയിരുന്നു. ചാലയടക്കമുള്ള മേഖലകളിൽ പോയി സ്ഥിതിഗതികൾ നോക്കിയതുമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവിടെ വെള്ളക്കെട്ടില്ല. പക്ഷേ വെള്ളം ഇറങ്ങിയതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഒരു പക്ഷേ ഓറഞ്ച് അലേർട്ടാണ്. വരും മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യും. ഒരു മണിക്കൂർ നിന്ന് പെയ്ത മഴയിലാണ് ഇന്നലെയൊക്കെ അവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിലൊക്കെ വെള്ളം കയറിയത്. സമാനമായ സാഹചര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിലും ഉണ്ടാകും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഓപ്പറേഷൻ അനന്തയൊക്കെ പാളിപ്പോയിരുന്നു. പാർവതി പുത്തനാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ജലപാതകൾ, അതിലൂടെയാണ് മാലിന്യങ്ങൾ, വെള്ളമൊക്കെ വിവിധ മേഖലകളിലേക്ക് എത്തുന്നത്. അതടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ല. ഈ ഓടകളുടെ നിർമ്മാണം, പല ഓടകളും വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതൊക്കെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇന്നലെ എന്തായാലും മേയറെത്തി സർവകക്ഷി യോഗമൊക്കെ വിളിച്ചിരുന്നു. അതിനുശേഷം സ്ഥിതിഗതികൾ പരിശോധിക്കുകയും വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉയർന്നിട്ടുമുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്തായാലും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. വെള്ളക്കെട്ടിന്റെ പിന്നാലെ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം പകർച്ചവ്യാധികളുടെ ഒരു കാലമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ചയായിരിക്കുമെന്ന്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ വള്ളക്കടവ് മേഖലയിൽ തന്നെ 2 മിനിറ്റ് ഇവിടെ നിന്നപ്പോൾ തന്നെ വലിയ കൊതുകുകളാണ് നമ്മളെ വന്ന് കുത്തുന്നത്. കാരണം കൊതുകുകൾക്ക് മുട്ടയിടാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഇപ്പോൾ നഗരത്തിലടക്കം വിവിധ മേഖലകളിൽ നിന്ന് ഈ ഹരിതകർമ്മ സേനയും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങളൊക്കെ പല മേഖലകളിലും കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സമയത്തും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തും ഇത് അവിടെ നിന്ന് സ്ഥാനം മാറി കാനയിലേക്ക് എത്തുന്നു. അല്ലാതെ തന്നെ കാനയിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നു. ആ കാനയിലടക്കമുള്ള മാലിന്യങ്ങൾ പിന്നീട് ഈ മഴ പെയ്യുമ്പോൾ അത് ഒഴുകിയെത്തുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ പാർവതി പുത്തനാറിന് സമീപത്തുള്ള കനാലുകളാണ്. നമ്മൾ നിൽക്കുന്നതും ഈ ഒരു കനാലിലാണ്. എത്രയധികം മാലിന്യങ്ങൾ ഇവിടെ വന്ന് കൂടിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പാർവതി പുത്തനാറിൽ കൂറ്റൻ തെങ്ങ്, 18-ാം പട്ട തെങ്ങെന്നൊക്കെ പറയുന്നത് പോലെ കൂറ്റൻ തെങ്ങുകളടക്കം കിളിച്ച് നിൽക്കുകയാണ്. കാരണം അത് നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഒഴുക്ക് തടസ്സപ്പെടുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഒഴുകിപ്പാൻ കഴിയുന്നില്ല. തൊട്ടു പിന്നാലെ ഈ മാലിന്യങ്ങളടക്കം കെട്ടിക്കിടക്കുന്നതും ഇവിടെ ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ ഉപയോഗിച്ച ഡയപ്പർ അടക്കമുണ്ട്. അത്രയധികം മാലിന്യങ്ങളാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒപ്പം കക്കൂസ് മാലിന്യങ്ങളുണ്ട്, ആശുപത്രി വേസ്റ്റുകളുണ്ട്. ഇതൊക്കെ വന്നിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിന്റെ പ്രദേശവാസികൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാകുന്നത്. സമീപത്തൊക്കെ നമ്മൾ ഇന്നലെ വരുമ്പോൾ വീടുകളിലൊക്കെ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയും മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഓറഞ്ച് അലർട്ട് ആണ് ജില്ലയിൽ നിൽക്കുന്നത്. സ്വാഭാവികമായും കുറച്ച് സമയത്തിനുള്ളിലൊക്കെ മഴ പെയ്യാനുള്ള സാഹചര്യങ്ങൾ, ചക്രവാത ചുഴിയും കാലവർഷവും ഒക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം പെയ്യുന്ന വേനൽ മഴയിൽ തലസ്ഥാനത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ കാലവർഷം വരാൻ പോകുന്നു. അതിഭീകര മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മുന്നറിയിപ്പ്. ഇപ്പോൾ ഈ ശാലിനി ചൂണ്ടിക്കാട്ടിയ പോലെ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കണ്ട പോലെ പലയിടങ്ങളിലും ഇങ്ങനെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. പലയിടങ്ങളിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ഈ സർവകക്ഷി യോഗം വിളിക്കുന്നതല്ലാതെ നഗരസഭയുടെ ഭാഗത്ത് നിന്ന്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ, എത്തുന്ന മഴവെള്ളം, പെയ്ത്ത് വെള്ളം അങ്ങനെ ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ, അങ്ങനെ എന്തെങ്കിലും ഇടപെടലുകൾ ഉള്ളതായി എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? തിരുവനന്തപുരം നഗരസഭ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരിഹാരം കാണാമെന്നുള്ളത്. സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ തുടർച്ചയായി 3-4 ദിവസം പെയ്ത മഴയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. മഴയ്ക്ക് മുൻപ് സ്വീകരിക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്. അത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അത് കൃത്യമായ സമയത്ത് ചെയ്തില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരാജയമായി കാണേണ്ടത്. അതിനുശേഷം തളപ്പത്ത് കൊണ്ടുവന്ന് വളം വെക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത്. പല മേഖലകളിലും വെള്ളം കയറി, പല വീടുകളിലും കേടുപാടുകൾ സംഭവിച്ചു. വയോധികരടക്കമുള്ളവർ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടിൽ വീണ് ഒരു വയോധികൻ മരണമടയുന്ന സാഹചര്യം. അദ്ദേഹത്തിന്റെ മരണം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ മുൻ മേയർ, അതായത് ശ്രീകുമാർ എന്ന് പറയുന്ന മുൻ മേയർ അടക്കമുള്ളവർ പറഞ്ഞത് വെള്ളക്കെട്ടിൽ വീണല്ല മരണം സ്ഥിരീകരിച്ചത്, മറ്റെന്തോ ആണ് മരണകാരണം എന്നുള്ളതാണ്. പക്ഷേ ദൃശ്യങ്ങളടക്കം വന്നത് വീടിന് മുൻപിലെ, അത് വീടിനുള്ളിലും വീടിന് മുൻപിലും ഉണ്ടായ വെള്ളക്കെട്ട്. വയോധികനാണ്, പ്രായാധിക്യമുണ്ട്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ വീഴുന്നു. അവിടെ കമിഴ്ന്നു കിടന്നാണ് അദ്ദേഹം മരിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷം ഇങ്ങോട്ടേക്ക് മേയർ ആര്യരാജേന്ദ്രൻ
സ്ഥലത്തില്ലായിരുന്നു. ഇന്നലെയോടുകൂടി മടങ്ങിയെത്തുന്നു. സർവകക്ഷി യോഗം വിളിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കണമല്ലോ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. സർവകക്ഷി യോഗം വിളിക്കുന്നു. അതിനുശേഷം പലയിടത്തും JCB ഹിറ്റാച്ചിയൊക്കെ എത്തി ഈ വെള്ളമൊക്കെ ഒഴുക്കി വിടാനുള്ള സംവിധാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാലും അതൊരു താൽക്കാലിക ആശ്വാസം ജില്ലയിൽ നൽകുന്നതോടൊപ്പം തന്നെ അവർ ചെയ്ത പ്രവർത്തനത്തിനപ്പുറം മഴ മാറി നിന്ന ഒരു ചെറിയ ആശ്വാസം തലസ്ഥാന ജില്ലയ്ക്കുണ്ട്. എന്തായാലും ഇനി അത് കാലവർഷമൊക്കെ വരാൻ പോവുകയാണ്. കൂടുതൽ മേഖലകൾക്ക് ജാഗ്രതയും ഒപ്പം തന്നെ കൂടുതൽ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയില്ലെങ്കിൽ തലസ്ഥാനം ഒരു മിന്നൽ പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം ചെറിയ മഴ, അതായത് 1 മണിക്കൂറൊക്കെ മഴ പെയ്യുമ്പോൾ തന്നെ തലസ്ഥാനത്തിന്റെ താഴ്ന്ന മേഖലകൾ പൂർണ്ണമായും അടിയിലാകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയിൽ ഒരുപക്ഷെ പത്തനംതിട്ടയ്ക്കൊക്കെ ചെറിയ തോതിലാണ് ആഘാതങ്ങൾ ഉണ്ടായതെങ്കിൽ അതിൽ കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. അത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്ലാനിങ്ങിന്റെ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് പൊതുവായ വിമർശനങ്ങൾ വിവിധ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉയരുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഓടകളും കനാലുകളും ഒക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം ഉയരുകയാണ്. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുന്നുണ്ട്. തീരദേശ മേഖലയിലും സമാനമായ സാഹചര്യം തുടരുന്നുണ്ട്. എന്തായാലും രാവിലെ ചെറിയ വെയിലൊക്കെ കാണുന്നത് ഒരു ആശ്വാസമായി നിൽക്കുന്നു. അതേസമയം തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപനം വലിയ രീതിയിൽ ആശങ്കയും തലസ്ഥാന ജില്ലയ്ക്ക് നൽകുന്നുണ്ട്. ഇനിയും വെള്ളക്കെട്ടുണ്ടാകുമോ, വീടുകളിൽ വെള്ളം കയറുമോ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഓരോ തലസ്ഥാനവാസികളും ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. ഉപേഷ്.